ഈശംഷിഹേക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ക്രിസ്മസ് വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുൽക്കൂട്ടിലെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി തീർന്നു. തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി. ഈശോയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശോ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു എന്നത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ കൂടി ഈ പുൽക്കൂട്ടിലുണ്ട്. പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപിതാവും. രണ്ടുപേരും സാധാരണ വ്യക്തികളായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ലഭിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയായിരുന്നു ഇവര്. നമുക്കറിയാം, പരിശുദ്ധ മറിയത്തിന് ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ലഭിക്കുന്നത് ഒരു 13-14 വയസ്സുള്ളപ്പോഴാണ്. ഗബ്രിയേൽ മാലാഖ ഇപ്രകാരം മറിയത്തോട് പറയുന്നുണ്ട്: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് അറിയപ്പെടണം, ഈ ലോകത്തിന്റെ രക്ഷകനായിരിക്കും എന്നൊക്കെ ഗബ്രിയേൽ മാലാഖ ദൂത് വഴി മറിയത്തോട് പറയുന്നുണ്ട്. മറിയം ഗബ്രിയേൽ മാലാഖയുടെ ദൂതിനോട് ആമേൻ പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. പക്ഷെ നമുക്കറിയാം, മറിയത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ആമേൻ പറഞ്ഞതിന് ശേഷം ഒത്തിരിയേറെ ക്ലേശങ്ങൾ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപിതാവിന്റെ ജീവിതമായിക്കോട്ടെ, താൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചയാളാണ്. സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് പ്രകാരം വിശുദ്ധ ഔസേപിതാവ് മറിയത്തിന്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഔസേപിതാവും പരിശുദ്ധ മറിയവും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും, ദൈവം അവർക്ക് ദാരിദ്ര്യത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ സമ്മാനിക്കുകയാണ്. വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിയാലും നമുക്ക് ഇത് കാണാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്തീന പുണ്യവതി, കരുണയുടെ പ്രവാചിക സെക്രട്ടറി എന്ന് ദൈവം വിശേഷിപ്പിച്ചവള്. ഈശോയുടെ കരുണ ലോകമെമ്പാടും പ്രഘോഷിക്കാനായിട്ട് അവൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൾക്ക് ഒത്തിരിയേറെ സഹനങ്ങള്, സ്വന്തം മഠത്തിൽ നിന്ന് പോലും ഒത്തിരിയേറെ അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ആ സമയങ്ങളൊന്നും അവൾ തളരാതെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. പുൽക്കൂട്ടിലെ ദാരിദ്ര്യം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആയിട്ട് നടക്കണം എന്നില്ല. എന്നാൽ നേരെ മറിച്ച് ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോ ഭംഗിയായിട്ട് ക്രമീകരിച്ചുകൊള്ളും. ഈ ഒരു നൊയമ്പ് കാലത്ത് പുൽക്കൂട്ടിലെ ദാരിദ്ര്യം സ്വായത്തമാക്കാൻ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.